Hi students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ റേഷ്യോ അഥവാ അംശബന്ധം എന്ന ചാപ്റ്ററിലെ 3ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 137ലെ 1, 2, 3 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: The length to width ratio of a rectangle is 3:2. The rectangle is enlarged by increasing the length by half much. What is the length to width ratio of the new rectangle? അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ, ഒറിജിനൽ റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 3:2. ഇനി ഇവിടെ ഏത് വശത്തിനെയാണ് നീളം കൂട്ടുന്നത്, എൻലാർജ് ചെയ്യുന്നത്? ലെങ്തിനെയാണ്. ലെങ്തിനെ എത്ര കൂട്ടും? ബൈ ഹാഫ് മച്ച്. അതായത് അത് എത്രയാണോ ഉള്ളത് അതിൻ്റെ പകുതിയും കൂടെ കൂട്ടി, നീളം കൂട്ടി. അങ്ങനാണെങ്കിൽ പുതിയ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നീളം ടു വീതി, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ ഒറിജിനൽ റെക്റ്റാങ്കിളും വരച്ചിട്ടുണ്ട്, നീളം കൂട്ടിയിട്ടുള്ള പുതിയ റെക്റ്റാങ്കിളും വരച്ചിട്ടുണ്ട്. ഒറിജിനൽ റെക്റ്റാങ്കിളിന്റെ നീളം ടു വീതി ആണല്ലോ, ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 3:2. അതായത് ലെങ്ത് അഥവാ നീളം എത്രയായി? നമ്മൾ ഓൾജിബ്രൈക് ഫോമിൽ എഴുതുമ്പം നീളമാണ് ആദ്യം കിടക്കുന്നത്, അത് 3 ആയതുകൊണ്ട് 3x വീതി എത്രയായി? 2x ആയി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ നീളം 3x വീതി 2x ആയി. ഇനി ഇവിടെ വീതിക്ക് വ്യത്യാസം വരുത്തുന്നുണ്ടോ? പുതിയതില് വീതിക്ക് വ്യത്യാസം വരുത്തുന്നില്ല, 2x തന്നെ. പക്ഷെ നീളത്തിന് 3xന്റെ കൂടെ അതിന്റെ പകുതി കൂടെ കൂട്ടി, 3xന്റെ പകുതി കൂടെ കൂട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? പുതിയ റെക്റ്റാങ്കിളില് അവിടെ അന്നേരം ലെങ്ത് ഈസ്റ്റ് വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 3x പ്ലസ് 3x/2 എത്രയാന്ന് നോക്കാം. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 അല്ലേ? 3ന്റെ പകുതി. അപ്പൊ 3x പ്ലസ് 3ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1.5, 1.5x എന്ന് എഴുതാമല്ലോ. അപ്പൊ 3x പ്ലസ് 1.5x എന്നിങ്ങനെ ആഡ് ചെയ്യുന്നത്? 3യും 1.5ഉം ഡെസിമൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഡെസിമൽ ഇല്ലാത്ത നമ്പറിന് ഡെസിമൽ ഇട്ട് കൊടുക്കുക. അതായത് ദശാംശ ബിന്ദു ഇട്ടിട്ട് അതിനുശേഷം 0 ഇട്ടാൽ മതി. എന്നിട്ട് അത് തമ്മിൽ കൂട്ടുക. അപ്പൊ 5 4.5 എന്ന് വന്നല്ലോ. 4.5x. ഇത് അപ്പൊ പുതിയ നീളം എത്രയായി? പുതിയ ലെങ്ത് എത്രയായി? 4.5x ആയി. ഇനി ലെങ്ത് ഈസ്റ്റ് വിഡ്ത്ത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ലെങ്ത് ബൈ വിഡ്ത്ത് ഈക്വൽ ടു ലെങ്ത്, പുതിയ ലെങ്ത് എത്രയായി? 4.5x ആയി. വീതിക്ക് മാറ്റമില്ല, 2x വീതി. എക്സും എക്സും ക്യാൻസൽ ആവുമല്ലോ. അപ്പൊ 4.5/2. നമുക്കറിയാം ഒരു റേഷ്യോ അഥവാ അംശബന്ധം എഴുതുമ്പോൾ ദശാംശ സംഖ്യ പാടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരൊറ്റ അക്കവേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ഗുണിക്കണം? എന്തുകൊണ്ട്? 10 കൊണ്ട്. അത് മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പൊ 4.5 × 10 എന്ന് പറയുന്ന 45 ആണ്. ബൈ 20 എന്ന് കിട്ടിയല്ലോ. 45/20 ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് അവസാനത്തെ നമ്പർ 5ഓ 0ഓ വന്നാൽ 5ന്റെ ടേബിളിലുണ്ട് അല്ലെ? അപ്പൊ 5ന്റെ ടേബിളിലാണ് 2 നമ്പരും കിടക്കുന്നത്. 5ന്റെ ടേബിൾ എത്ര പ്രാവശ്യമാണ് 45? 9 ടൈംസ് ആണ് 5ന്റെ ടേബിളിൽ. 4 ടൈംസ് ആണ് 20. അപ്പൊ ഈ 5ഉം 5ഉം ക്യാൻസൽ ആയിട്ട് 9/4 എന്ന് വരും, അല്ലെ? 9:4 എന്ന് വന്നു. അതാണ് പുതിയ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ഈസ്റ്റ് വിഡ്ത്ത് റേഷ്യോ. നീളം ഈസ്റ്റു വീതി, നീളം ഈസ്റ്റു വീതി. പുതിയ റെക്റ്റാങ്കിളിന്റെ, പുതിയ ചതുരത്തിന്റെ നീളം ഈസ്റ്റു വീതി 9:4 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. പേജ് നമ്പർ 137 തന്നെ. ചോദ്യം ഇതാണ്: The ratio of two angles is 1:2. When the smaller angle was increased by 6 degrees and the larger was decreased by 6 degrees, this ratio became 2:3.
വാട്ട് വേർ ദ ഒറിജിനൽ ആംഗിൾസ്. അപ്പോൾ ഇവിടെ രണ്ട് കോണുകളുടെ അളവുകളുടെ അംശബന്ധമാണ് 1:2 തന്നിരിക്കുന്നത്. അതിലെ ചെറിയ കോണിനെ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോണിനെ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ ഉള്ള പുതിയ അംശബന്ധമാണ് 2:3. അങ്ങനാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്ന കോണുകളുടെ അളവുകൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒറിജിനലും ന്യൂവും ഹെഡിങ് എഴുതി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇവിടെ 1:2 ആണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചെറിയ കോൺ ഈസ്റ്റു വലിയ കോണാന്ന്. മനസ്സിലായോ? അപ്പൊ സ്മോൾ ഈസ്റ്റു ബിഗ്, സ്മോളർ ആംഗിൾ ഈസ്റ്റു ലാർജർ ആംഗിൾ ആണ് 1:2 ഒറിജിനലില്. അപ്പൊ സ്മോളർ ആംഗിൾ എത്രയായി? ചെറുത് എത്രയായി? 1x തന്നെയല്ലേ എക്സ് അല്ലേ? ലാർജർ ആംഗിളോ വലുത് 2x ആയി. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താ പുതിയതിൽ തന്നിരിക്കുന്ന എന്താണ്? പുതിയതിലെ ചെറുതെന്ന് പറഞ്ഞാല് എത്ര വരും? സ്മോളർ ആംഗിളിനെ ഇൻക്രീസ് ചെയ്ത് കൂട്ടി. എത്ര ഡിഗ്രി? 6 ഡിഗ്രി. അപ്പൊ എത്ര ഉണ്ടായിരുന്നു? എക്സ് ഡിഗ്രി ഉണ്ടായിരുന്നതിന്റെ കൂടെ 6 ഡിഗ്രി കൂട്ടി. ഇപ്പൊ ലാർജറോ? പുതിയതിലെ ചെറുത്. പുതിയതിലെ വലുതോ? ഉണ്ടായിരുന്നതിൽ നിന്ന് 6 ഡിഗ്രി കുറച്ചു, -6. ഇനി അതിന്റെ റേഷ്യോ എത്രയാ തന്നിരിക്കുന്നത്? സ്മോളർ ഈസ്റ്റു ലാർജർ എത്ര തന്നിരിക്കുന്നത്? സ്മോളർ ഈസ്റ്റു ലാർജർ എന്ന് പറഞ്ഞാല് ചെറുത് ഈസ്റ്റു വലുതെന്ന് പറയുന്നത് 2:3 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ആദ്യം എഴുതിയിരിക്കുന്ന സ്മോളർ ആണല്ലോ. അപ്പൊ സ്മോളർ മുകളിൽ എഴുതുക x+6 ബൈ വലുത് ലാർജർ താഴെ എഴുതുക 2x - 6 = 2/3 എന്ന് എഴുതാവല്ലോ. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാവല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഇവിടെ താഴെ കിടക്കുന്ന 3നെ ഈ ഇടതുവശത്ത് കിടക്കുന്ന x+6 കൊണ്ട് ഗുണിക്കുക. അതേപോലെ ഇവിടെ കിടക്കുന്ന 2നെ ഈ താഴെയുള്ള 2x - 6 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എങ്ങനെ എഴുതാം? 3 × x + 6 = 2 × 2x - 6 എന്ന് എഴുതാവല്ലോ. ഇനി ഇതിനെ ഓപ്പൺ ചെയ്യണം. 3 × x അപ്പൊ 3x പ്ലസ് 3 × 6 18 = 2 × 2x 4x ആയി -2 × 6 12 ആയി. ക്ലിയർ ആയില്ലേ? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇനി നമുക്കിവിടെ എക്സ് ഉള്ളതെല്ലാം കൂടെ ഒരു വശത്തും നമ്പർ എല്ലാം കൂടെ മറുവശത്തും കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇടതുവശത്ത് ഈക്വൽ ടു സൈൻ്റെ ഇടതുവശത്ത് 3x വലതുവശത്ത് 4x അതിൽ വലുത് എവിടെയാണോ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പൊ അതാണ് എക്സ് പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈക്വൽ ടു ഉണ്ട്, റൈറ്റ് സൈഡിൽ 4x ഉണ്ട്, അതാണ് വലുത്. ഇനി +3x അപ്പുറത്ത് പോയപ്പോൾ -3x ഞാൻ ഇവിടെയാണ് എഴുതുന്നത്. ഇനി ഈക്വൽ ടു സൈൻ്റെ ഇടതുവശത്ത് എന്താ ഉള്ളത്? 18 ഉണ്ട്. വലതുവശത്ത് -12 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ +12 ആയി. ക്ലിയർ ആയല്ലോ? അപ്പൊ 4x - 3x എത്രയാണ്? x അല്ലെങ്കിൽ x. 18ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ 30. അപ്പൊ x = 30 എന്ന് കിട്ടിയില്ല. x = 30 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്മോളർ ആംഗിൾ, ഒറിജിനലില് സ്മോളർ ആംഗിൾ ആണ് എക്സ് അല്ലെ? അപ്പൊ നമുക്ക് സ്മോളർ ആംഗിൾ എത്ര കിട്ടി? ഒറിജിനലില് സ്മോളർ ആംഗിൾ അഥവാ ചെറിയ കോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനാണെങ്കിൽ വലുതോ? ലാർജർ 2x അല്ലേ? ഇപ്പൊ 2 × 30 അപ്പോൾ 60 ഡിഗ്രി എന്ന് കിട്ടി. രണ്ടും മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഇൻ എ മിക്സ്ചർ ആസിഡ് ആൻഡ് വാട്ടർ ആർ ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ ആസിഡ് ആൻഡ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആസിഡ് ഈസ് വാട്ടർ ഈക്വൽ ടു 3:2. അതായത് ആസിഡ് ഈസ് വെള്ളം ആണ് 3:2.
ഇനി when 15 liters of acid was added to this, അപ്പൊ ഇതിന്റെ കൂടെ ഈ സൊല്യൂഷന്റെ കൂടെ ആസിഡ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കറണ്ട് മിക്സ്ചർ കിട്ടും. അപ്പൊ പുതിയ മിക്സ്ചറാണ്. അതിനകത്ത് എന്താ ആഡ് ചെയ്തു? 15 ലിറ്റർ ആസിഡ് ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ ആസിഡിന്റെ അളവ് എത്രയാ വന്നിരിക്കുന്നത്? കയ്യില് ആസിഡ് 3x വാട്ടർ വെള്ളം 2x ആണ് ഉള്ളത് ആദ്യത്തെ മിക്സ്ചറിൽ. മനസ്സിലായല്ലോ? അപ്പൊ ആസിഡിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ ഇവിടെ പുതിയ മിക്സ്ചറിൽ ആസിഡ് എത്രയായി? 15 ലിറ്റർ കൂടുതൽ ആക്കി അല്ലെ? 15 ലിറ്ററും കൂടെ ചേർത്തു. അതായത് 3xന്റെ കൂടെ 15 ലിറ്ററും കൂടെ ചേർത്തു. വെള്ളത്തിന് മാറ്റമുണ്ടോ? വെള്ളത്തിന് മാറ്റമില്ല. 2x തന്നെയാണ് വെള്ളം. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? when 15 liters of acid was added, 15 ലിറ്റർ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം the ratio became 3:1. അതായത് ആസിഡ് ഈസ്റ്റ് വാട്ടർ 3:1 ആയി. അപ്പൊ ഇവിടെ നമുക്ക് പുതിയ കറണ്ട് മിക്സ്ചറിൽ ആസിഡ് ഈസ്റ്റ് വാട്ടർ എത്രയായി? 3:1 ആയി. അപ്പം ഈ കറണ്ട് മിക്സ്ചറിൽ ആസിഡ് എത്രയാണ്? 3x plus 15. ആദ്യം എഴുതിയിരിക്കുന്ന ആസിഡാണ്. അപ്പൊ 3x plus 15 ഡിവൈഡഡ് ബൈ വാട്ടർ. വെള്ളം എത്രയാണ്? 2x ഈക്വൽ ടു 3/1 എന്ന് എഴുതാവല്ലോ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 1നെ 3x plus 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 1നെ 3 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെയാണല്ലോ. അപ്പൊ 3x plus 15 ഈക്വൽ ടു ഈ 3യെ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 3 × 2 6x. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എക്സ് എല്ലാം കൂടെ ഒരു വശത്തും നമ്പർ ഒരു വശത്തും. അപ്പൊ എക്സ് കൊണ്ടുപോകുമ്പോൾ എക്സിൽ ഇവിടെ 3x ഇവിടെ 6x ആണ്. വലുത് ഏതാണോ ആ വശത്തേക്ക് കൊണ്ടുപോവുക, ചെറുതിനെ കൊണ്ടുപോവുക. പ്ലസ് 3x അപ്പുറത്ത് പോകുമ്പോൾ -3x ആയി. ഇനി ഇടതുവശത്ത് എന്തേ ബാക്കിയുള്ളൂ? 15 ബാക്കിയുള്ളൂ. ഇനി 6x - 3x എന്താണ്? 3x. അപ്പൊ 3x ഈക്വൽ ടു 15 ആണെങ്കിൽ x ഈക്വൽ ടു 15/3 എന്ന് എഴുതാമല്ലോ. ഈ ഗുണിച്ചിരിക്കുന്ന 3 അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷനായി. 15നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ കറണ്ട് മിക്സ്ചറിൽ ആസിഡ് എത്രയുണ്ട്, വെള്ളം എത്രയുണ്ടെന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറണ്ട് മിക്സ്ചറിൽ ആസിഡ് എത്രയാണ്? ആസിഡ് എന്ന് പറഞ്ഞാൽ 3x plus 15 ആണ്. അപ്പൊ എക്സിന് എത്ര ഇട്ട് കൊടുക്കാം? 5 ഇട്ട് കൊടുക്കാം. അപ്പൊ 3 × 5 plus 15. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ 15 plus 15 ഈക്വൽ ടു 30 ലിറ്റേഴ്സ് എന്ന് കിട്ടിയല്ലോ. അപ്പൊ ആസിഡ് 30 ലിറ്റർ ഉണ്ട്. ഇനി വാട്ടറോ? വെള്ളം എത്രയാണ്? 2x ആണ്. വെള്ളം 2x ആണ്. ഇപ്പൊ 2 × വെള്ളം 2x ആണ്. അപ്പൊ 2 × 5. 2 × 5 എത്രയാണ്? x 5 ആണല്ലോ. 10 ലിറ്റേഴ്സ്. അപ്പൊ വെള്ളം 10 ലിറ്ററും ആസിഡ് 30 ലിറ്ററും ആയെന്നായില്ലേ. അപ്പൊ ആകെ ഇവിടെ എത്ര ഉണ്ട്? 40 ലിറ്റേഴ്സ് വന്നു അല്ലെ? ഇവിടെ ആകെ 40 ലിറ്റേഴ്സ്. നമുക്കത് ശരിയാണോ നോക്കാം. ഇവിടെ ആസിഡ് എത്രയുണ്ട്? 3. x 5 കിട്ടിയല്ലോ. x 5 കിട്ടിയപ്പം 3 × 5 15 കിട്ടി. ഇനി ഇങ്ങനെയും ചോദിക്കാം, ആദ്യത്തെ മിക്സ്ചറിൽ എത്ര ആസിഡ് ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നെന്നും ചോദിക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കണം. 2 × 5 എത്രയാണ്? 10. 15 10 25 ലിറ്റർ ആണ് ആകെ ആദ്യത്തെ മിക്സ്ചറിൽ ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ എത്ര ആഡ് ചെയ്തു? 15 ലിറ്റർ ആസിഡ് മാത്രം ആഡ് ചെയ്തു. അപ്പൊ 25 15 40 ആയില്ലേ? ആൻസർ ശരിയായില്ലേ? അപ്പൊ 3 ചോദ്യങ്ങളും എഴുതി പഠിക്കുക. 4ാമത്തെ ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.